ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ പിന്നെ ഈവനിങ് വ്ലോഗ് എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിച്ചണിലേക്ക് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും എൻ്റെ പുറവേ തന്നെ ഉണ്ടേ. ആ സമയത്ത് ഞാൻ പറഞ്ഞു ഒരാളോട് പോയി കുളിക്കാൻ. 4 മണിയായിട്ടുണ്ട്, ഇനിയെങ്കിലും പോയി കുളിക്കാൻ പറഞ്ഞ് അങ്ങനെ സൺഡേ ഞാൻ ഇങ്ങനെ തലയിൽ എണ്ണ തേച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ഒരാൾ കുളിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ശർക്കര പാനിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടേ. സൺഡേ ആയതുകൊണ്ട് തന്നെ 3 പേർക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണം കേട്ടോ. ഒരാൾക്കോ 2 പേർക്കോ അല്ല, 3 പേർക്കും നിർബന്ധമായിട്ടും സ്പെഷ്യൽ എന്തെങ്കിലും വേണം കേട്ടോ. എന്തെങ്കിലും ചെറിയ ഒരു സാധനമായാലും മതി. അപ്പോൾ ശർക്കരയെല്ലാം പൊട്ടിച്ച് ഞാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര എടുത്ത് ഞാൻ പാനിയൊക്കെ വെച്ചിട്ടുണ്ടേ. ആ സമയത്ത് നമുക്ക് അരിയും കാട്ടിയെടുക്കാം. അപ്പോൾ ദോശയ്ക്ക് വേണ്ടി ഉഴുന്നും പച്ചരിയെല്ലാം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരമായ കുറച്ച് ജോലി അധികമാണ്. എല്ലാവർക്കും ആണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ചടപടേ ചെയ്യണം. എല്ലാ ദിവസവും ഒരു പകലുറക്കമൊക്കെ കഴിഞ്ഞ് ഒരു 3:30 ആകുമ്പോൾ എണീക്കും കേട്ടോ. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ചടപടേ ജോലിയാണ്. ഒരു 6 മണി വരെ ജോലി ചെയ്യണം കേട്ടോ. കണ്ടിന്യൂസ് ജോലി ചെയ്യണം. ഇതുപോലെ അരിയാട്ടാനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് എണീക്കും ഞാൻ. ദോശയ്ക്ക് അരിയാട്ടാൻ വേണ്ടിയിട്ട് ഉഴുന്നും പച്ചരിയും ചോറും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അത് അങ്ങനെ എല്ലാം ആട്ടി അങ്ങ് വെക്കുന്നുണ്ടേ. ഒരു 4:30 ആകുമ്പോഴത്തേനും ഞാൻ ആട്ടി വെക്കും. എന്നാൽ പിറ്റേന്ന് ആകുമ്പോഴത്തേനും മാവെല്ലാം നല്ല പൊളിച്ച് കറക്റ്റായിട്ടിരിക്കുവേ. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഞാൻ അരി ആട്ടി അങ്ങ് എടുക്കുന്നുണ്ട്. കിച്ചണിൽ കയറുന്ന സമയത്ത് അവർ രണ്ടുപേരും കുളിച്ചിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് അരി ആട്ടിയിട്ട് ശേഷമാണ് ഉണ്ണിയപ്പത്തിന് മാവ് റെഡിയാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ശർക്കര പാനിയെല്ലാം ആയിട്ടുണ്ടേ. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പമാണ്. ഞാൻ അരിയൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ലായിരുന്നു. സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴവും ശർക്കരയും പച്ചരി വെള്ളത്തിയിട്ട് ഒരു 3 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമാണ് എല്ലാവരും ഉണ്ണിയപ്പം ഉണ്ടാക്കാറ്. ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണേ. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് കുറച്ച് മാറ്റി വെച്ചേക്കാം. പിന്നെ ഒരു 5 ഏലക്ക ഞാൻ ചേർക്കുന്നുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം അങ്ങ് മിക്സ് ചെയ്ത് നന്നായിട്ട് അടിച്ച് കൊണ്ടുവരണം. അപ്പോഴേക്കും നമുക്ക് മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത് കേട്ടോ. ശർക്കര പാനിയും മൈദയും അരിപ്പൊടിയൊക്കെ ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു മണിക്കൂറോളം വെക്കുമ്പോഴേക്കും മാവ് സെറ്റായിരിക്കും കേട്ടോ. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് അടച്ച് കുറച്ച് നേരം വെച്ചേക്കാം. അപ്പോഴേക്കും മുകളിൽ നിന്ന് എനിക്ക് കുറച്ച് പുഡിങ് കൊണ്ടുവന്നു കേട്ടോ. പാൽ പുഡിങ്ങാണേ, തേങ്ങാപ്പാലിൻ്റെ പുഡിങ്ങാണ് കേട്ടോ. കരിക്കിൻ്റെയൊക്കെ അതേ ടേസ്റ്റാണ് വരുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം ഞാൻ അടുക്കള വെച്ച് തന്നെ കഴിച്ച് തീർത്തു. പിന്നെ അപ്പോഴേക്കും ശാസ്യം കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുളിച്ചിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു തുണി കുറച്ച് പറക്കാനുണ്ട്, അതെല്ലാം മറക്കിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അതെല്ലാം മറക്കിയിട്ട് കസേരയിൽ കൊണ്ടുവന്ന് വെച്ചേട്ടാ. അപ്പോൾ തന്നെ ഞാൻ അതെല്ലാം കൈയോടെ മടക്കി വെച്ചേ. അപ്പോഴേക്കും അടുത്ത ആൾ കുളിക്കാനായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ക്യാമറ വെച്ചിട്ടൊന്ന് കണ്ടപ്പോഴേ ഒരാൾ തിരിഞ്ഞു നിന്നിട്ടുണ്ട് കേട്ടോ. ക്യാമറയിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ കുളിച്ചിട്ട് വന്നിട്ടുണ്ടേ. കുളിച്ചതിൻ്റെ സന്തോഷമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണേ കുളിക്കാൻ. എത്ര തണുപ്പത്തും കുളിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ കുളിപ്പിക്കുന്ന വെള്ളമെല്ലാം എൻ്റെ പുറത്തേക്കാണ് അവൻ തെറിപ്പിക്കുന്നത് കേട്ടോ. ചാടി തുള്ളി കുളിപ്പിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോഴേ ആശാൻ സൺഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേ. എന്നിട്ട് ഷോ ആണ് കേട്ടോ. എന്നിട്ട് തലയൊക്കെ ചീപ്പി കൊടുത്തിട്ട് അവൻ പുറത്തേക്ക് വീണ്ടും കളിക്കാൻ ഇറങ്ങും കേട്ടോ. അപ്പോഴേക്കും ഞാൻ മുറ്റം തൂക്കാൻ ഇറങ്ങിയിട്ടുണ്ടേ. കുറച്ച് പണികളുണ്ടല്ലോ, ഈ വൈകുന്നേരം ചെയ്യുന്ന 2-3 പണികൾ, തുണി കഴുകക്കം, ചെടിക്ക് വെള്ളം നനപ്പ്, ഈ മുറ്റം തൂപ്പൊക്കെ എനിക്ക് സ്ഥിരമുള്ള ജോലിയാണ് കേട്ടോ. ഒരു ദിവസം പോലും മിസ്സാകത്തില്ല. ഇനി ഒരു ദിവസം മിസ്സാക്കിയാലോ രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും തോന്നത്തില്ല കേട്ടോ. അയ്യോ ഇന്ന് ആ പണി ചെയ്തില്ലല്ലോ, ഇന്ന് ഈ പണി ചെയ്തില്ലല്ലോ, അയ്യോ ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലല്ലോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കാൻ നേരത്ത് ആലോചിക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ ഉറങ്ങാൻ കിടക്കുന്ന ദിവസം ഞാൻ ഇങ്ങനെ ഓർക്കുന്ന ദിവസങ്ങളിൽ ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അപ്പം തന്നെ പോയി വെള്ളം ഒഴിക്കും കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. നിങ്ങൾക്കും അങ്ങനെയാണോ എന്നറിയത്തില്ല, എനിക്കങ്ങനെയാണ് കേട്ടോ. ഇപ്പം തന്നെ വൈകുന്നേരം 5:30 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ. എന്നും ഈ സമയത്ത് തന്നെയാണ് എൻ്റെ ഈ ജോലികൾ സ്ഥിരം. ഒരു 3:30 ആകുമ്പോൾ ഉറക്കണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഷടപടേ ഇങ്ങനത്തെ ജോലികളാണ് കേട്ടോ. വെള്ളം ഒഴുപ്പും തൂപ്പും ചില ദിവസങ്ങളിൽ തുടയ്ക്കുന്നത്. ഇന്നിനിയിപ്പം അകമെല്ലാം തൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തുടയ്ക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. കാരണം ഇന്ന് 2 പേരും വീട്ടിലുള്ള ദിവസമാണല്ലോ. ഇവർ സ്കൂളിൽ പോകുന്ന ദിവസം മാത്രമേ ഞാൻ തുടയ്ക്കാറില്ല കേട്ടോ. ഇവർ വീട്ടിൽ ഇരിക്കുന്ന ദിവസം പിന്നെ എന്തായാലും അകമൊക്കെ അഴുക്കാവും. അപ്പോൾ പിന്നെ ഞാൻ അന്ന് തുടയ്ക്കാൻ നിൽക്കത്തില്ല. ബാക്കിയുള്ള ഡെയിലിയുള്ള ദിവസങ്ങളിൽ ഞാൻ തുടയ്ക്കാൻ നിൽക്കും കേട്ടോ. അപ്പോൾ ഫ്രണ്ട് മുറ്റവും
അടുക്കള വശവും എല്ലാം ഞാൻ തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ടേ. പിന്നെ ചവറ് കുറച്ച് ദിവസമാകുമ്പോൾ ഞാൻ കൂട്ടിയിട്ട് കത്തിക്കാറുമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ തുണി കഴുവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടേ. തുണി കഴുകുകയാണ് സത്യം പറഞ്ഞ ഒരു മടിയുള്ള ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജോലിയും ചെയ്ത് അവസാനമാണ് ഞാൻ തുണി കഴുകാൻ ഇറങ്ങുന്നത് കേട്ടോ. പിന്നെ തുണി കഴുകുന്ന കല്ലും വെള്ളവും എല്ലാം അടുത്തുള്ളത് കൊണ്ട് വലിയ പാടില്ല, എന്നാലും ഒരു മടിയാണ്. എല്ലാവരും സാധാരണ ഉച്ചയ്ക്കൊക്കെ തുണി കഴുകാറുണ്ട്. ഞാൻ പിന്നെ ബെഡ്ഷീറ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉച്ചയ്ക്ക് കഴുകിയിടാറുണ്ട്. പിന്നെ തലേന്നുള്ള തുണികളെല്ലാം പിന്നെ ഞാൻ പിറ്റേന്ന് വൈകുന്നേരമാണ് കഴുകുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ തുണി കഴുകാൻ നല്ല മടിയാണ്. എന്നാലും ഞാൻ അന്നുള്ള തുണി അന്നന്ന് കഴുകും. പിന്നെ ഞാൻ അങ്ങനെ തുണിയെല്ലാം വിരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ചെടിക്ക് വെള്ളമൊഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു പണി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വരത്തില്ല കേട്ടോ. കാരണം നമ്മുടെ മക്കൾക്ക് ആഹാരം കൊടുക്കുന്നത് പോലെയാണ് എനിക്ക് ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് ചെടികൾക്കൊക്കെ വെള്ളവും വളവും കൊടുക്കുന്നതുകൊണ്ടല്ലേ അത് കറക്റ്റായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫലങ്ങൾ തരുന്നത്. ഇപ്പം തന്നെ എൻ്റെ മുളകും തക്കാളിയൊക്കെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്പഴങ്ങ ചെടിക്കും പേരയ്ക്കും എല്ലാത്തിനും വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഞാൻ മുകളിലേക്ക് വന്നു കേട്ടോ. മുകളിലും കുറച്ച് മരങ്ങൾ നട്ടിട്ടുണ്ടായി. അപ്പോൾ അതിനും വെള്ളം ഒഴിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഉണക്കത്ത് നന്നായിട്ട് കരിഞ്ഞു പോകും കേട്ടോ. 1-2 ചെടികൾ വേറെയും വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം ഒഴിക്കാതെ. അങ്ങനെ പിന്നെ അടുത്ത ചെടി ആ ചെടി നട്ടതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെടി കൊണ്ട് നട്ടിട്ടുണ്ട് കേട്ടോ. താമര വെച്ചത് കണ്ടിട്ട് ഓരോ കോപ്രായങ്ങളാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകമെല്ലാം തൂത്ത് ഇറക്കാനായിട്ട് വന്നേ. ഇതോടെ കൂടി ഇന്നത്തെ ലാസ്റ്റ് പണിയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ കുളിച്ചിട്ട് വന്നിട്ടാണ് ചായക്കുള്ള പരിപാടിക്കെല്ലാം ഞാൻ കിച്ചണിലേക്ക് കയറുന്നത്. അപ്പോൾ തന്നെ മണി 6:30 ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഇരുട്ടിയിട്ടുണ്ടേ. അങ്ങനെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടേ. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുറച്ച് വെള്ളവും ചേർത്ത് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, മാവിൻ്റെ കൺസിസ്റ്റൻസി നന്നായിട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് എല്ലാ റൗണ്ടിലും നമുക്ക് ഒരു 3/4 ഭാഗത്തോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പാമോയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാൻ. മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ. തിരിച്ചിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും ഉണ്ണിയപ്പം റെഡിയാവും. പെട്ടെന്ന് ആക്കിയെടുക്കാം. ഇനി അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ കുറച്ച് ക്ലീനിങ് കൂടെ ചെയ്യുന്നുണ്ട്. ഈ എണ്ണ തെറിച്ച് ഈ ഗ്യാസിൽ വീഴുന്നതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല, നമ്മൾ ഈ ഉണ്ണിയപ്പത്തിന് കോരി ഒഴിക്കുമ്പോൾ എല്ലാം മാവ് അതിനകത്തോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ടേ. അങ്ങനെ ഉണ്ണിയപ്പമല്ല തിരിച്ചിട്ട് 5 മിനിറ്റ് വെച്ച് വേവിച്ച് എല്ലാം റെഡി ആയിട്ടുണ്ടേ. അങ്ങനെ ഉണ്ണിയപ്പത്തിൻ്റെ മാവെല്ലാം കോരി ഒഴിച്ച് എല്ലാ ഉണ്ണിയപ്പവും അങ്ങ് റെഡിയാക്കി എടുക്കുന്നുണ്ടേ. ഉണ്ണിയപ്പം റെഡിയാവുന്നുണ്ടോയെന്ന് ഇവിടെ ഇടയ്ക്ക് ഓരോരുത്തർ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തേക്ക് പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചായ ഇടാനായിട്ടേ. അങ്ങനെ ചായക്ക് വെള്ളം അടുപ്പിലോട്ടങ്ങ് വെച്ചിട്ടുണ്ടേ. പിന്നെ ഞാൻ കുറച്ച് ഏലക്കയും പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് തേയിലയും പഞ്ചസാരയും ഇട്ട് കൊടുത്ത് ചായ അങ്ങ് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ട കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. ആ പാത്രം ഞാൻ കൈയോടെ അങ്ങ് കഴുകി വയ്ക്കാം കേട്ടോ. പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്ന ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാത്രങ്ങളെല്ലാം അപ്പോഴപ്പോഴും കഴുകി കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ നല്ല കിച്ചണെല്ലാം ക്ലീനായി കിടക്കും. അതുമാത്രമല്ല, നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഉള്ള ജോലി എളുപ്പമാകും കേട്ടോ. അങ്ങനെ ചായ എല്ലാം റെഡിയാക്കിയിട്ട് 4 പേർക്കും കൂടെ ചായ എല്ലാം ഒഴിച്ച് വെക്കുന്നുണ്ടേ. ഉണ്ണിയപ്പം റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായക്ക് എന്തുണ്ടാക്കുമെന്ന് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇത് ധൈര്യമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.